IPLിന്റെ ഇന്നത്തെ ലേലം വിളി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നാളെയാണ് ലേലം വിളി. അപ്പോൾ ഇന്നത്തെ ദിവസം ഓരോ ടീമുകളും വാങ്ങിയ താരങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ടീം ഗുജറാത്താണ്. ഗുജറാത്ത് വാങ്ങിയ താരങ്ങൾ കൈസർ റബാദ 10 കോടി, ജോസ് ബട്ട്ലർ 15 കോടി, സിറാജ് 12 കോടി, പ്രസിദ്ധ് കൃഷ്ണ 9 കോടി. ഇവരെ കൂടാതെ കുറച്ച് യുവതാരങ്ങളെയും ഗുജറാത്ത് വാങ്ങിച്ചിട്ടുണ്ട്. ബട്ട്ലർ വാങ്ങിയത് ഗുജറാത്തിന് ഗുണകരമായിട്ടുണ്ട്. അടുത്ത ടീം ലക്നൗ ആണ്. ലക്നൗ വാങ്ങിയ താരങ്ങൾ ഋഷഭ് പന്ത് 27 കോടി, മില്ലർ 7 കോടി, മാർക്രം 2 കോടി, മിച്ചൽ മാർഷ് 3 കോടി, ആവേശ് ഖാൻ 9 കോടി. പിന്നീട് കുറച്ച് യുവതാരങ്ങളെയും ലക്നൗ വാങ്ങി. ഋഷഭ് പന്തിനെ ഇത്രയും കോടി കൊടുത്ത് വാങ്ങുമെന്ന് ആരും കരുതിയില്ല. IPL ചരിത്രത്തിലെ റെക്കോർഡ് തുകയാണ്. അടുത്ത ടീം ഹൈദരാബാദ് ആണ്. ഹൈദരാബാദ് വാങ്ങിയ താരങ്ങൾ ഹർഷൽ പട്ടേൽ 8 കോടി, ഷമി 10 കോടി, ഇഷാൻ കിഷൻ 11 കോടി, രാഹുൽ ചഹർ 3 കോടി, ആദം സാംബ 2 കോടി. ഇതിൽ ഏറ്റവും കൂടുതൽ പൈസ കൊടുത്തത് ഇഷാൻ കിഷന് വേണ്ടിയാണ്. അങ്ങനെ ഇഷാൻ മുംബൈ ടീമിൽ നിന്ന് പോയിരിക്കുകയാണ്. ഇനി ഹൈദരാബാദിന് വേണ്ടിയായിരിക്കും ഇഷാൻ കളിക്കുന്നത്. അടുത്ത ടീം ഡൽഹിയാണ്. ഡൽഹി വാങ്ങിയ താരങ്ങൾ മിച്ചൽ സ്റ്റാർക്ക് 11 കോടി, KL രാഹുൽ 14 കോടി, ഹാരി ബുറൂക്ക് 6 കോടി, ജേക്ക് ഫ്രാക്സർ 9 കോടി, ടി നടരാജൻ 10 കോടി, മോഹിത് ശർമ്മ 2 കോടി. ഇവരെയാണ് ഡൽഹി ടീം വാങ്ങിച്ചിരിക്കുന്നത്. അടുത്ത പ്രാവശ്യം രാഹുൽ തന്നെയായിരിക്കും ഡൽഹിയുടെ ക്യാപ്റ്റൻ. അടുത്ത ടീം പഞ്ചാബാണ്. പഞ്ചാബ് വാങ്ങിയ താരങ്ങൾ അർഷദീപ് സിംഗ് 18 കോടി, ശ്രേയസ് അയ്യർ 26 കോടി, ചഹൽ 18 കോടി, സ്റ്റോയിനസ് 11 കോടി, മാക്സ്വെൽ 4 കോടി. ഇവരെയാണ് പഞ്ചാബ് മെയിനായിട്ട് വാങ്ങിച്ചിരിക്കുന്നത്. ഇതിലെ ശ്രേയസ് അയ്യർ ആയിരിക്കും പഞ്ചാബിന്റെ ക്യാപ്റ്റനാകാൻ സാധ്യത. അടുത്ത ടീം കൊൽക്കത്ത. കൊൽക്കത്ത വാങ്ങിയ താരങ്ങൾ വെങ്കടേഷ് അയ്യർ 23 കോടി, കിൻഡൻ ഡീകോക്ക് 3 കോടി, കുർബാസ് 2 കോടി, ആനിജ് നോർജെ 6 കോടി. വെങ്കടേഷ് അയ്യർക്കാണ് റെക്കോർഡ് തുക കൊടുത്തിരിക്കുന്നത്. അടുത്ത ടീം RCB ആണ്. RCB വാങ്ങിയ താരങ്ങൾ സാൾട്ട് 11 കോടി, ലിവിങ്സ്റ്റൺ 8 കോടി, ജിതേഷ് ശർമ്മ 11 കോടി, ഹേസൽവുഡ് 12 കോടി. ഇവരെയാണ് RCB വാങ്ങിച്ചിരിക്കുന്നത്. അടുത്ത ടീം മുംബൈ ഇന്ത്യൻസ് ആണ്. മുംബൈ വാങ്ങിയ താരങ്ങൾ ട്രെന്റ് ബോൾട്ട് 12 കോടി, നമാൻ പിർ 5 കോടി. പിന്നെ 2 യുവതാരങ്ങളെയുമാണ് മുംബൈ ഇന്ത്യൻസ് വാങ്ങിച്ചിരിക്കുന്നത്. മുംബൈ അധിക താരങ്ങളെ വാങ്ങിച്ചിട്ടില്ല. ചെന്നൈ ടീം വാങ്ങിച്ച താരങ്ങൾ ഡെവോൺ കോണബെ 6 കോടി, രാഹുൽ ത്രിപാഠി 3 കോടി, രജിൻ രവീന്ദ്ര 4 കോടി, അശ്വിൻ 9 കോടി, ഖലീൽ അഹമ്മദ് 4 കോടി, നൂർ അഹമ്മദ് 10 കോടി, വിജയ് ശങ്കർ 1 കോടി. ഇതാണ് CSK വാങ്ങിച്ച താരങ്ങൾ. അവസാനത്തെ ടീം രാജസ്ഥാനാണ്. രാജസ്ഥാൻ വാങ്ങിച്ച താരങ്ങൾ ജോഫ്രെ ആർച്ചർ 12 കോടി, തീക്ഷ്ണ 4 കോടി, വാനുഡ് കസരംഗ 5 കോടി, ആകാശ് മധുവാൾ 1 കോടി. ഇവരെയാണ് രാജസ്ഥാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഇനി ലേലം വിളി നാളെയാണ്. നാളെയും ഒരുപാട് താരങ്ങൾ വരാനുണ്ട്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.